നോക്കി എഴുത്. ഇതവിടെ. ദേവിയോടെ? ആ, രാവിലെ മുതൽ മുറിക്കുള്ളിൽ തന്നെ ഇരിപ്പാ. ഉച്ചയ്ക്കൊന്ന് പുറത്തു വരും. ആരെങ്കിലും നിർബന്ധിച്ച എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും. എത്ര ദിവസമായിരുന്നു ഇങ്ങനെയായിട്ട്? അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. എത്ര മാസങ്ങളായി ഈ വീടൊന്ന് ചിരിച്ചു കണ്ടിട്ട്. ഒരുമാതിരി ശ്മശാനം പോലെ. ഇപ്പോഴേ വേണം സാറേ. ചേച്ചി, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഡിന്നറിന് പുറത്തേക്ക് പോവാം. Then we will go for a cinema. What do you say? I am ready. മോനോ? ഞാനും ഉണ്ട്. എന്നാ മോൻ പോയി ദേവി എന്റെ വിളിച്ചോണ്ട് വന്നേ. ആന്റി വാ, നീ താഴെ വിളിക്കുന്നേ. വാ ആന്റി. എത്ര നാളായി ഈ മുറിക്കകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും അല്പം ശുദ്ധമായി ശ്വസിക്കണ്ടേ? ദേവി വേഗം റെഡിയാവും. നമ്മളൊരു ഡിന്നറിന് പോവാണ് പുറത്തേക്ക്. കൂട്ടത്തെ ഒരു സിനിമയും. സമയം തന്നെ. ദേവി വേഗം ചെല്ലേ. ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദേവിക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ ഇത് പറയുന്നത്. കമോൺ ദേവി. എന്നെ നിർബന്ധിക്കരുത്. ഞാനില്ല. സാരമില്ല പീറ്റർ, നമുക്ക് ഈ പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യാം. ഞാൻ വരട്ടെ ചേച്ചി. സിനിമയ്ക്ക് ഞാൻ വരാം അങ്കിൾ. കേട്ടപ്പോ വിഷമം തോന്നി. ആ പെൺകുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ദുർവിധി വരേണ്ടായിരുന്നു. മോനെ, ആ കുട്ടിയെ നീ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. ആ കുട്ടിയെ നീ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എനിക്കതൊന്നുമില്ല. നോ, ഷീ ഈസ് ഫാർ ബെറ്റർ. പഴയതുപോലെ മുറിയിൽ തന്നെ അടച്ചിരിപ്പൊന്നുമില്ല. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. മേനോ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? കമോൺ. അത് പിന്നെ, എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ, എപ്പോ? ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്തു പറ്റി? ഫാക്ടറിയിൽ അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, ഒരു ചെറിയ ലേബർ പ്രോബ്ലം. ഞാൻ ഡ്രസ് മാറട്ടെ. സോറി, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ധൃതിയൊന്നുമില്ല. മേനോ സാർ പോയിട്ട് വരൂ. ആ, എവിടെ പോയിട്ട് വരുന്നു? ലൈബ്രറി വരെ പോയിരുന്നു. ഇതൊക്കെ വായിക്കാൻ എന്ന് തുടങ്ങി? നോവലൊക്കെ വായിച്ചു മടുത്തു. ഒരു ചേഞ്ചിന് വേണ്ടി. അതുകൊള്ളാം. എത്ര നാളെന്ന് വെച്ച് അവളോട് കഴിയുക? അവളൊന്നും പറഞ്ഞില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആലോചിക്കായിരുന്നാലോ? ചേട്ടൻ പറയുന്നത് ശരിയാണ്. എങ്കിലും ദേവി അതിന് സമ്മതിക്കുമോ എന്ന് വെച്ച് നമ്മളൊന്നും ആലോചിക്കാതെയും പറയാതെ ഇരുന്നാൽ? എന്നാൽ എങ്ങനെ ഒരു രണ്ടാം വിവാഹക്കാരന്? അത് ഓർക്കുമ്പോഴാണ്. ഞാൻ അതും ആലോചിക്കാതിരുന്നില്ല. നിങ്ങൾ അവർക്ക് വാക്കുവല്ലതും കൊടുത്തോ? എനിക്കെന്താ ഭ്രാന്താണോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരാളൊരു ആലോചനയുമായിട്ട് വരുമ്പോ മുഖത്ത് നോക്കി അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുക. അതുകൊണ്ട് ആലോചിക്കാന്ന് പറഞ്ഞു. ഏതായാലും നീ ഇപ്പൊ അവളോടൊന്നും പറയണ്ട. ഇത് വെറും ഒരു മാനസിക പ്രശ്നമായിരുന്നെങ്കിൽ ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്റർ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെ നേരിടുവാൻ സാധിക്കാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയൊന്നും അല്ല ഞാൻ. ഒരു പക്ഷേ എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് സിസ്റ്ററിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം സിസ്റ്റർ അങ്ങനെ പറഞ്ഞത്.
അതോ ഞാനൊരു അന്യ സമുദായത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണോ? നോ, നെവർ. ജാതിയും മതമൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള യാതൊന്നും ഞങ്ങളുടെ പരസ്യത്തിൽ ദേവി വായിച്ചിരിക്കാനിടയില്ല. പ്രതിഫലേച്ഛ കൂടാതെ സേവനം അനുഷ്ഠിക്കുവാൻ തയ്യാറുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ടെന്നല്ലേ അതിലെഴുതിയിരുന്നുള്ളൂ. വിരലിൽ എണ്ണാവുന്ന വളരെ ചുരുക്കം പേർക്കേ ഈ രംഗത്ത് വരുവാൻ സാധിക്കുള്ളൂ. ജീവിതത്തെക്കുറിച്ച് ദൈവിക വീക്ഷണവർക്ക് മാത്രം. ഇതിൽ ചേരുവാൻ ആഗ്രഹമുള്ളവർക്ക് അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇതിൽ ഈ സംഘടനയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. ദേവി വായിച്ചു നോക്കി സാവകാശം ഒരു തീരുമാനം എടുക്കൂ. എങ്കിൽ ഞാൻ വരട്ടെ സിസ്റ്റർ. ദേവി, ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിച്ചോളട്ടെ. ദേവിയുടെ തീരുമാനം ഒരു വൈകാരിക പ്രക്ഷോഭത്തിന്റെ എടുത്തുചാട്ടം ആവരുത്. I just can't understand it. ദേവി, നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഇപ്പൊ ഇങ്ങൊരു തീരുമാനം എടുക്കാൻ തക്കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായത്? നിനക്ക് വേറൊരു വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ ഇതുകൊണ്ട് എന്റെ മനസ്സിന് സമാധാന സന്തോഷമാണ് ലഭിക്കുന്നതെങ്കിൽ ചേട്ടൻ എതിർക്കുന്നതിന്? നീ ഞങ്ങൾക്ക് ഭാരമാകുമെന്നോ? ഞങ്ങൾ സ്വപ്നത്തെ കൂടെ ചിന്തിക്കാത്ത കാര്യമാണല്ലോ നീ പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സേവനവും സംഘടനയും ഒക്കെ കൊള്ളാം. അതൊക്കെ അതിനായിട്ട് പറഞ്ഞിട്ടുള്ളവർക്ക് മാത്രം. എന്റെ അനുജത്തിക്ക് ഇതിന്റെ ആവശ്യമില്ല. നിനക്കൊരു ജോലി വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടല്ല, നിനക്ക് ഈ താല്പര്യമില്ലാഞ്ഞിട്ടാ. നിനക്കൊരു ജോലിയാണോ ആവശ്യം? ഇപ്പൊ പറ. നോ, എനിക്കിനി ജോലി വേണ്ട. എന്റെ ജോലി ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇറ്റ് ഈസ് സ്റ്റുപ്പിഡ്. എന്റെ തീരുമാനം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണെന്നറിയാം. എങ്കിലും ഒരു ആയുഷ്കാലം മുഴുവൻ എന്നെ ഓർത്ത് ദുഃഖിക്കുന്നതിനേക്കാൾ അല്പകാലത്തേക്കുള്ള ഈ വേദന സഹിക്കുന്നതായിരിക്കും നല്ലത്. ഇവളുമായി ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. സംസാരിക്കേണ്ടവരായിട്ട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ കേട്ടത് ശരിയാണോ? എപ്പോഴാ യാത്ര? നാളെ. പോകരുതെന്ന് പറയാൻ ദേവിയുടെ ചേട്ടനോളം സ്വാതന്ത്ര്യം എനിക്കില്ല. എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. പീറ്ററെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ചേട്ടൻ നിർബന്ധിച്ചതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ലക്ഷ്യവുമില്ലാതെ എങ്ങോട്ടെങ്കിലും പോവുകയാണോ ഞാൻ? നിന്റെ ലക്ഷ്യത്തെക്കുറിച്ചോ നിന്റെ മാർഗത്തെക്കുറിച്ചോ എനിക്ക് തർക്കമൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടായ സംഭവം നിന്നിൽ ഉണ്ടാക്കിയ ആഘാതം എന്താണെന്ന് എനിക്കറിയാം. അതിന് ഇത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ. നിനക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ? മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് പുതിയൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിച്ചു കഴിഞ്ഞു. ഒരു ഭാര്യ, അമ്മ എന്നുള്ള സങ്കല്പങ്ങളെല്ലാം തന്നെ എന്നെ സംബന്ധിച്ച് അവസാനിച്ചു. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ ഒരു ഭാരമാവാതെ ഞാൻ എന്നിലേക്ക് സ്വയം ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒരു മാർഗം തിരഞ്ഞെടുത്തു. അത്രേ ഉള്ളൂ. നിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ആരിവിടെ എന്ത് പറഞ്ഞു? എങ്കിൽ പിന്നെ എല്ലാവരും എന്നെ എതിർക്കുന്നതിന്? നീ എന്ത് പറഞ്ഞാലും ശരി, നിനക്കിതിന്റെ ആവശ്യമില്ല. നിന്നെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും ഇവിടെ ആൾക്കാരുണ്ട്.
6-7 വർഷമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. ഇത്രയും കാലം കൊണ്ട് ദേവിയുടെ മനസ്സിൽ എന്നെക്കുറിച്ചുണ്ടായിട്ടുള്ള വികാരത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം വ്യക്തമായിട്ടറിയാം. ഞാനിപ്പോഴും ദേവിയെ സ്നേഹിക്കുന്നു. ഇതിനു മുമ്പ് എനിക്കിത് എന്തുകൊണ്ട് ദേവിയോട് പറയാൻ സാധിച്ചില്ല, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എനിക്കുത്തരവില്ല. പറയാതെ തന്നെ നമ്മൾ ഒന്നാണെന്ന് കരുതി. അന്ന് ദേവിയുടെ വിവാഹം കുമാറുമായി ആലോചിച്ച നിമിഷം വരെ നിന്റെ ആഗ്രഹവും അതാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ എല്ലാ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും വേദനയോടാണെങ്കിലും എന്നിൽ തന്നെ ഒതുക്കി നിർത്തി. നിന്റെ നന്മയെക്കുറിച്ച് ഓർത്തിട്ടാണോ നീയും കുമാറുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ തന്നെ മുൻകൈ എടുത്തത്. ഞാൻ സ്വാർത്ഥനായിരുന്നെങ്കിൽ നീ പരിഭവിച്ചല്ലോ. വിവാഹത്തിന് ശേഷം ഞാൻ നിന്നെ മറന്നുപോയി, അവോയ്ഡ് ചെയ്യാണെന്നൊക്കെ. അത് എന്തുകൊണ്ടാണെന്നറിയാം. അങ്ങനെ ചിന്തിക്കുന്ന എന്നെ തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടെ നിന്നെ മറ്റൊരു പുരുഷന്റെ ഭാര്യയായി സങ്കല്പിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ദേവി അറിഞ്ഞിരുന്നില്ലെങ്കിലും ഏറ്റവും നല്ല മനസ്സുമായിട്ടാണ് ഞാൻ ദേവിയെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആരെല്ലാം നിർബന്ധിച്ചിട്ടും ഞാനെന്നും അവിവാഹിതനായി കഴിയുന്നത്. എനിക്കിനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ദേവിയുടെ കൂടെ മാത്രമായിരിക്കും. ദേവി, ഞാൻ പറയുന്നത് You just... Please leave me alone. എനിക്ക് കേൾക്കണ്ട. ദേവി, Please, Peter. ദേവി, Please, Peter, go away. നിനക്ക് നിന്റെ മനസ്സിന്റെ സമാധാനം സന്തോഷമേ പ്രശ്നമുള്ളൂ. മറ്റുള്ളവരെങ്ങനെയുള്ള ആയിക്കോട്ടെ, നീ സ്വാർത്ഥയാണ്, എനിക്കറിയാം. I know Devi are selfish. I know Devi are...
അങ്കിൾ എന്തിനാ ദേഷ്യപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ആന്റി ഞങ്ങളൊക്കെ വിട്ട് പോകാൻ പോകുവാണോ? ആന്റി പോയത്. ആന്റി പോയാ ഞാൻ ഒരുപാട് കരയും. ആന്റി എന്നെ ചേർത്ത് പോരുത്. മോനെ ആന്റി പോവോ?